കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി സേവിച്ച് മാർബേസിൽ ഹൈസ്കൂളിലെ കുട്ടികൾ. രുചിയേക്കാൾ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകണമെന്ന സന്ദേശം കുട്ടികൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായാണ് സ്കൂൾ അധികൃതർ ഔഷധക്കഞ്ഞി വിതരണം നടത്തിയത്. പ്ലാവിലക്കുമ്പിൾ കുത്തി കഞ്ഞി കുടിച്ചത് കുട്ടികൾക്കും പുതിയൊരു അനുഭവമായി. ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒന്നും ഒപ്പമെത്തില്ല എങ്കിലും മഴ പെയ്തു തോർന്ന ഉച്ചനേരത്ത് നല്ല ചൂടുകഞ്ഞി മുന്നിൽ വിളമ്പിക്കിട്ടിയപ്പോൾ ആസ്വദിച്ച് കഴിച്ചു മാർബേസിൽ ഹൈസ്കൂളിലെ കുട്ടികൾ. രുചിക്ക് മാത്രമല്ല ഭക്ഷണം ആരോഗ്യത്തിനും വേണ്ടി ഉള്ളതുകൂടിയാണ് എന്ന് കുട്ടികൾക്ക് ഔഷധക്കഞ്ഞി വിതരണത്തിലൂടെ അറിവ് നൽകുകയായിരുന്നു സ്കൂൾ അധികൃതർ. പ്ലാവില കൊണ്ട് കോർത്ത കുമ്പിളിൽ കുട്ടികൾ രുചിയോടെ കഞ്ഞി കഴിച്ചു. ആരോഗ്യം സമ്പാദിക്കാനാകുന്ന ഒരു ഭക്ഷണശീലം ഇപ്രകാരം വിദ്യാർത്ഥികൾക്ക് പകർന്നു കിട്ടി. ആരോഗ്യപരിപാലനത്തിനും ശരീരബലത്തിനും രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി ഉത്തമമാണ്. ഉലുവ, ആശാളി, ജീരകം, ചപ്പങ്ങം, നെയ്യ്, തേങ്ങ, ഔഷധക്കൂട്ട് എന്നീ ചേരുവകൾ ചേർത്ത് ഉണക്കലരി കൊണ്ടുണ്ടാക്കിയ കഞ്ഞി കുട്ടികൾ ആസ്വദിച്ച് കഴിച്ചു. ഔഷധക്കഞ്ഞിയുടെ കൂട്ട് ചോദിച്ചറിഞ്ഞ കുട്ടികൾ അമ്മയോട് പറഞ്ഞ വീട്ടിലും കർക്കിടക കഞ്ഞി ഉണ്ടാക്കുമെന്ന ഉറപ്പോടെയാണ് മടങ്ങിയത്. ആദ്യമായാണ് ഏറെ കുട്ടികളും പ്ലാവിലക്കൊമ്പിൽ ഉപയോഗിച്ച് കഞ്ഞി കുടിച്ചത്. ആസിഡിറ്റി പരിഹരിക്കുന്നതിനും ദഹനം സുഗമമാക്കാനും പ്ലാവിലക്കൊമ്പിൽ സഹായിക്കുമെന്ന അറിവ് കുട്ടികൾക്ക് കൗതുകമായി. കർക്കിടക മാസം ആരോഗ്യ വർദ്ധനവിന് വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളികൾ കരുതുന്ന ഒരു മാസമാണ്. തീർച്ചയായിട്ടും തനതായ ഒരു ഭക്ഷണ സംസ്കാരം, മലയാളിയുടെ ആ സംസ്കാരം കുട്ടികളെ പരിചയപ്പെടുത്തുക എന്നതാണ് ഈ കർക്കിടക കഞ്ഞി വിതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. വളരെ ആരോഗ്യപ്രദമായ ഔഷധക്കൂട്ടുകൾ ചേർത്ത് ഉണക്കലരിയിൽ ഉലുവ, ജീരകം, ചപ്പങ്ങം, ആശാളി, നെയ്യ് തുടങ്ങി ഒരുപാട് ആരോഗ്യത്തിന് പ്രയോജനപ്പെടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഉപയോഗിച്ചാണ് ഈ ഔഷധക്കഞ്ഞി തയ്യാറാക്കിയിരിക്കുന്നത്. മാനേജർ ലാൽ വർഗീസ്, ഹെഡ് മിസ്ട്രസ് ബിന്ദു വർഗീസ്, ഡെയ്സി എൽദോസ്, ഷിജി എൽദോസ്, സീഡ് കോർഡിനേറ്റർ ഷെല്ലി പീറ്റർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.